മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ വെട്ടിയ കേസിൽ 2 പേർ പിടിയിൽ. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസനുമാണ് പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ആദിത്യനാണ് സുനിലിന്റെ ഡ്രൈവറെ വെട്ടിയത്. ഇവർക്ക് കൊട്ടേഷൻ നൽകിയ സിജോ ഉൾപ്പെടെ 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും വെട്ടിയ ഒരു സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും 2 പേർ കൂടി പിടിയിലായിരിക്കുകയാണ്. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസനുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ആദിത്യനാണ് സുനിലിന്റെ ഡ്രൈവറെ വെട്ടിയത്. ഇവർക്ക് കൊട്ടേഷൻ നൽകിയ സിജോ ഉൾപ്പെടെയുള്ള 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അതിൽ 2 പേരെ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസിൽ 6 പ്രതികളാണ് ഉള്ളത്. ഇപ്പോൾ അതിൽ 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും വെട്ടിയ കേസിലാണ് ഇപ്പോൾ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ ആദിത്യനും ഗുരുദാസനുമാണ് പിടിയിലായിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. സുനിൽകുമാറിനെ ആക്രമിക്കാൻ സിജോ കൊട്ടേഷൻ നൽകിയത് 3 ലക്ഷം രൂപയ്ക്കാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളിലെ തർക്കമാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതികളടക്കം പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ വെളപ്പായിലെ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു കൊട്ടേഷൻ സംഘം ആക്രമണം നടത്തിയത്. കാറിലെത്തി വീടിന്റെ ഗേറ്റ് തുറക്കാൻ ഇറങ്ങുന്നതിനിടെയാണ് ആദ്യം ഡ്രൈവറെയും പിന്നീട് സുനിലിനെയും 3 അംഗ സംഘം ആക്രമിക്കുകയുണ്ടായിരുന്നത്. വെട്ടിയ ശേഷം തീ കൊല്ലാനായിരുന്നു ഇവരുടെ ശ്രമം എന്നാണ് ഇതടക്കമുള്ള വിവരങ്ങളാണ് ഈ സുനിലിന്റെ മൊഴിയിൽ നിന്നും ലഭ്യമാവുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും വെട്ടിയ കേസിലാണ് ഇപ്പോൾ 2 പേർ കൂടി പിടിയിലായിരിക്കുന്നത്. ഇവർക്ക് കൊട്ടേഷൻ നൽകിയ സിജോ ഉൾപ്പെടെയുള്ള 4 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ മറ്റ് 2 പേരെ കൂടി പിടികൂടിയിരിക്കുകയാണ്.